ഒരു ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് തൈ പൈസ കൊടുത്ത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കുരു നട്ടിട്ടോ അല്ലാണ്ട് നമുക്ക് കേബേജും കോളിഫ്ലവർ തൈയും ഞാനിപ്പോൾ നട്ടിട്ട് മുളപ്പിച്ചിട്ടുണ്ട്. വേര് വന്നിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചിലപ്പോൾ മുതലാട് അത്രയും നമ്മൾ തയ്യോ അതിൽ നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാങ്ങ് അതല്ലേ നല്ലത്. അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഇപ്പോൾ ഇവിടെ എന്നാ കണക്കാണെന്ന് വെച്ചാൽ കുറച്ച് പായൽപ്പൊടിയുണ്ട്. മേലെ പോയിട്ട് പായൽപ്പൊടി വാരിക്കൊണ്ടുവന്നാൽ ഇത് പായലിൻ്റെ പൊടി ഇതാ ഇത് കണ്ടില്ലേ, ഇത് പായൽപ്പൊടി ഇത് ഞാൻ വാരിക്കൊണ്ടുവന്ന് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതെന്ന് വെച്ചാൽ ഇതാണ് തൈ ഇത് ഇതാ ഞാൻ പിന്നെ ഇതിനിടക്ക് നട്ടതാണ്, അപ്പുറം നട്ടതാണ് ഇത് കണ്ടില്ലേ, ഇത് വേര് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വേര് വന്നിട്ടുണ്ട്. വേര് മണ്ണടുത്ത് കളഞ്ഞാൽ വീണ് പോവും. അതിൻ്റെ വേര് വേരുണ്ട്. ഇത് ഞാൻ അവിടെ നട്ടു കാണിച്ചു തരാം. അതിനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതാടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഏതായാലും കോളിഫ്ലവറും മഴക്കാലം ചെയ്യിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ സമയം അങ്ങനെയല്ല, ആ സമയത്ത് അങ്ങനെ. എന്നാലും നമുക്കതൊന്ന് നട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. ഇതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് തന്നെ വിജയം. ഇപ്പം ഇതായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തയ്യാറ് പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും എപ്പോഴും കൊല്ലവും നമുക്ക് ഇതേപോലെ നട്ട് കളിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുന്നത്. ഇത് നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതാണ് ഞാൻ കാണുന്നത്. കായ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, അല്ല നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. ഞാനത് നോക്കാനാണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. എനിക്കിതിൻ്റെ ഗ്യാരണ്ടി ഒന്നും എനിക്ക് പറയണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇതിങ്ങനെ നോക്കി ഞാൻ മുമ്പ് കണ്ടിന്. ഇതേപോലെ തൈ ഞാൻ വാർപ്പിൻ്റെ മേലെ നട്ടേരം കോളിഫ്ലവറും കേബേജും എല്ലാം ഇങ്ങനെ തൈ ഇങ്ങനെ അടുക്ക് പറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തൈ ഇങ്ങനെ അട്ടിക്ക് വന്നിട്ടാണ്. പക്ഷെ അതിന് ചെറിയ കുറേ കാലം ഇങ്ങനെ വെച്ച സമയത്ത് മഴയാകുമ്പോഴേക്ക് ഇങ്ങനെ ചെറിയ കായും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ അത് അങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ തൈ പൊട്ടിച്ച് നോക്കിയില്ല. എന്നാൽ അതൊന്നും നോക്കി നോക്കാൻ വെച്ചിട്ടാണ് ഇതിപ്പം കണ്ടില്ല. അത് പിന്നെ വാർപ്പിൻ്റെ പായൽപ്പൊടിയും കരിയിലും കൂടി ഉള്ളതാണ്. വാർപ്പിൻ്റെ മേലെ നടിച്ചു വാരിക്കൊണ്ടിരുന്നത്. അതിൽ പാറിയിട്ട് ചെപ്പും കൂടി ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഇടുന്നില്ല, പോട്ടി മിശ്രിതം ഇടുന്നില്ല. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇട്ടിട്ട് നട്ടു നോക്കാം. നട്ടിട്ട് രക്ഷപ്പെട്ടു പോയെങ്കിൽ ആയില്ലേ, അതാണ് ഞാൻ കാണുന്നത്. ഇഷ്ടംപോലെ നമുക്ക് തൈ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതേപോലെ നട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇത് ഇങ്ങനെ ജയിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇഷ്ടം പോലെ വേനൽക്കാലാകുമ്പോൾ നമുക്ക് ആക്കി എടുക്കാൻ കഴിയല്ലോ. ഇപ്പം നട്ട് മഴക്കാലാകുമ്പോഴേക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇതേപോലെ തന്നെ തൈ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് നമുക്ക് തൈ പൊട്ടിച്ചിട്ട് ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ ഇതിൽ വിജയിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ തൈയിൽ തന്നെ നമുക്ക് തൈ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാം. ഇതിപ്പോൾ കണ്ടല്ലോ, ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ നടുക്ക് ഒന്നേ നടൂ. ഒന്നിൻ്റെ അകത്ത് കേട്ടോ, ഒന്നേ നടാൻ പറ്റൂലോ. എന്നുവെച്ചാൽ ഇത് വലിയ പടർന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് ഒന്നേ നടാൻ പറ്റൂലോ. ഇത് ഞാനിപ്പോൾ ഇതേടെ നട്ട് വെച്ചു. കണ്ടില്ലേ, ഇനിയിപ്പോൾ 3 കൂടി നടാനുണ്ട്. ഇതും കൂടി നട്ടേ. ഇത് കണ്ടില്ലേ, പായൽപ്പൊടി ഇഷ്ടംപോലെ എന്നും അടിച്ചു വരാനുണ്ട്. പൊടിഞ്ഞിട്ട് വേണ്ട ഏറ്റും പൊടി പാറുന്നത് തൊണ്ടയിലെല്ലാം പാറും. എന്തെങ്കിലും ആട്ട് തൊണ്ടയിൽ പാറുമ്പോൾ കുര വരുന്നു. എന്നാലും ഇത് മഴക്കാലമല്ലല്ലോ, അതുകൊണ്ട് പൊടി ഭയങ്കര. ഇതും കൂടി ഒന്ന് നട്ടു കൊടുക്കാം. നമുക്ക് എല്ലാം നമ്മൾ ചെറിയ ലളിതമായിട്ടുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെറിയ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാം. പിന്നെ വീട്ടിലുള്ള കൃഷിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ ചെറിയൊരു കാര്യം തന്നെയാണ് അത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാ പണിയും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ര അല്ലെങ്കിൽ എനിക്കറിയാം, നമ്മൾ സാധാരണ നമ്മളെല്ലാ കാര്യവും നമ്മൾ തന്നെ സ്വന്തമായി ചെയ്തു കഴിഞ്ഞാൽ അതിന് ലാഭം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നുവെച്ചാൽ ഞാൻ എല്ലാ കൃഷിയും അങ്ങനെ ചെയ്തിട്ട് എടുത്തതാണ്. ആളെ കൂട്ടി എടുപ്പിച്ച് ഇപ്പം നെൽകൃഷി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെയ്യാതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ആളെ കൂട്ടി എടുപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, നെല്ല് പോലും ഇല്ല. അതുകൊണ്ട്
എല്ലാ പണിയും ആളെ കൂട്ടി എടുപ്പിച്ചു. എന്നാലും എനിക്കൊരു ആഗ്രഹം കൊണ്ട് എടുപ്പിച്ചതായിരുന്നു ആദ്യം. പിന്നെ ഞാൻ എൻ്റെത് മാറും എന്നിട്ടാമാരൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുപ്പിച്ചതായിരുന്നു. പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിന് ആ പരിപാടിയിൽ നിർത്തി. ആളെക്കൂട്ടി എടുപ്പിക്കുന്ന പരിപാടി നമ്മൾ കുറേശ്ശെ ആകും പോലെ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുക. അത് നമ്മൾ ചെയ്തിട്ട് എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിച്ച്, ഞാനീ പറയുന്നതിൽ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഈ കൃഷിയെല്ലാം ചെയ്തിട്ട് മുന്നോട്ട് വരാൻ. കണ്ടില്ലേ, ഇതും മുള വന്നിട്ടുണ്ട്, തൈ വന്നിട്ടുണ്ട്, വേര് വന്നിട്ടുണ്ട്. വേണ്ട, വേര് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതേപോലെ ഇതിവിടെ നട്ടു കൊടുക്കട്ടെ. കാണുമ്പോൾ തന്നെ, ഈ തൈ കാണുമ്പോൾ തന്നെ നല്ലൊരു ഓമനത്വമുണ്ട്. നമുക്കതൊരു ചേച്ചി കിട്ടിയെങ്കിൽ നല്ല കാര്യമല്ലേ. അതാ ഞാൻ ആ ചകിരിച്ചോറിൻ്റെ വളത്തോടെ എടുക്കുന്നത്. ഉണ്ടല്ലോ, 2 എണ്ണം ഞാനിപ്പോൾ നട്ടു. ഇനിയിപ്പം ഒന്നും കൂടി നടാനുണ്ട്. മറ്റേ ഞാൻ കുറേ ആക്കിയിട്ടുണ്ട്. കുറേ തൈയ്യുണ്ട് നട്ട് വെച്ചിട്ട് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉണങ്ങാണ്ട് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും നട്ട് കാണിച്ചു തരുന്നോളാ. ഇതിപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ, ഈ തയ്യേ ഉള്ളൂ. അത് പുഴു തിന്നൂട്ടിന്, ഞാനത് ശ്രദ്ധിച്ചിട്ടായിരുന്നു. ഇതിൻ്റെ മേലെ നിന്ന് തേശം പുഴു ഇലദേശം തിന്നു. ഇന്നലെ എത്രയാ കാണുന്നേ. എന്നിട്ട് ഞാൻ ഇന്നലെ ലേശം മരുന്നടിച്ചു കൊടുത്തു. ഉണ്ടല്ലേ, ഈ പൊടി പൊടി ഞാൻ പോയിട്ട് ബാർപ്പിൻ്റെ മേലെ പോയി ഒരു ചാക്ക് പൊടി കിട്ടി അത്. ഇനിയിപ്പം ഇതും കൂടി നോക്കട്ടെ. ഉണ്ടല്ലേ, ഇനി ഞാൻ നമ്മൾ എത്രാണ്ട് നമുക്ക് പിന്നെ ഇതേപോലെ ചെയ്യാൻ കഴിയുന്ന അത്രാണ്ട് നമ്മൾ ചെയ്യുക. നമ്മളെല്ലാ കൃഷി ഇത് തന്നെ ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. ഇത് വിജയിച്ച് കിട്ടിയാൽ നല്ലൊരു വിജയമാണ്. നല്ലൊരു വിജയം എന്ന് വെച്ചാൽ ഇത് പിന്നെ എന്താ വെച്ചാൽ തൈക്ക് ഇതിൻ്റെ തൈക്ക് 5 ഉറുപ്പ്യാണ് കോളിഫ്ലവറിൻ്റെ. അത് തേച്ചൊന്നും ചേച്ച് കിട്ടുന്നില്ല. ചെറിയ ഒരു ശക്തിയില്ലാത്ത തയ്യാണ്. ഈ കണക്കിന് ഇത് നല്ല തയ്യല്ലേ, കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. അതാണ് കോളിഫ്ലവറിനായാലും കാബേജിനായാലും 5 ഉറുപ്പ്യാണ് ഒരു തൈക്ക്. 10 തൈ കിട്ടിയിട്ടെങ്കിൽ 50 ഉറുപ്പ്യയില്ലേ. അതാണ്. അത് ഉണങ്ങിപ്പോയിട്ടെങ്കിലും ചേച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതും പോയി. എന്നുവെച്ചാൽ അത് ചെറിയ നരമ്പ് പോലെ ഉണ്ടാവുമല്ലോ, ശക്തിയൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇതും കൂടിയുള്ളൂ. വേര് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടിനാ, ഇതാ കാണിച്ചു തരാം. നല്ലപോലെ വേര് വന്നിട്ടുണ്ട്. ഇതാ വേര് നല്ല ചുറ്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല. വേണ്ട വേണ്ട, വേര് വന്നിട്ടുണ്ട, നല്ല ചുറ്റും വന്നിട്ടുണ്ട് വേര്. ഇപ്പം അതുകൊണ്ട് പേടിക്കാനില്ല. വേരില്ലതുകൊണ്ട് ഉണങ്ങിപ്പോവില്ല എന്ന് വിചാരിക്കാം. എനിക്ക് കേബേജാണ് പറ്റിയ പോലെയാണുള്ളു. ഇത് കോളിഫ്ലവർ അങ്ങനെയല്ല. കോളിഫ്ലവർ കുറച്ച് ഉയരമുണ്ട്. അതുകൊണ്ട് ഉണ്ടാ ഇതേപോലെ 2 എണ്ണമായി. ഇനിയിപ്പം ഇവിടെ ഒന്നും കൂടി ഉണ്ട്, പക്ഷെ അത് അത്ര പോരാ. പേരുണ്ടെങ്കിലും അത് അത്ര പോരാ. എന്നാലും നോക്കാം, ഇതും കൂടി നടാം. ഇതും കൂടി നടാം. ഉണ്ട്, വേരുണ്ട്. നല്ലപോലെ വേരുണ്ട്. നമുക്ക് ഇതും കൂടി ഒന്ന് നട്ട് കാണിച്ചു തരാമല്ലോ. ഒന്നും കൂടി നടാം. ഉണ്ടല്ലേ, നാലെണ്ണം നടാം. എന്നാ രക്ഷപ്പെട്ടാരായില്ലേ. കേട്ടാ, ഇതേപോലെ നല്ല വളവുമായി, നല്ല ഇതുമായി. ഞാൻ സീമക്കൊന്നയും നീല് വെച്ചിട്ടില്ല. സീമക്കൊന്നയെല്ലാം പയ്യെ പൊടിച്ച് നല്ല ഉഷാറാകട്ടെ. എന്നിട്ടാകുമ്പോൾ നമുക്ക് സീമക്കൊന്ന വെക്കാം. ഇപ്പം ഇത് മതി. ഈ പായൽപ്പൊടി ഇല്ലതുകൊണ്ട് ഒന്നും പൊടിക്കാനില്ല. അതിനകത്ത് ഇലയുണ്ട്, കരിയിലുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. നല്ലോണം വളവുണ്ട്. നല്ലപോലെ വളവുണ്ട്. അതുകൊണ്ട് കണ്ടില്ലേ,
കണ്ടില്ലേ, ഇതേപോലെ നടുക. ഇനിയിപ്പോൾ അതും കൂടി നട്ടേ. അതിന് വേരുണ്ട് വന്നിട്ട് നല്ലപോലെ വേര്. അത് പുഴുതുന്നിട്ടാണ്, ഏകദേശം പുഴുതുന്ന് പോയിനി. അതുകൊണ്ടാണ് 2 എണ്ണം അങ്ങനെ പോയി. ഞാൻ കണ്ടില്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് തിന്ന് തീർത്തു കൂട്ടി. എന്നിട്ട് ഞാൻ ഇന്നലെ കുറച്ച് മരുന്നടിച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് നാളേക്ക് വീഡിയോ ഇടാനും ഇങ്ങനെ ചെയ്യാനും കാണിക്കാനുള്ള ഒരു മനസ്സ്. അല്ലെങ്കിലുണ്ടല്ലോ എനിക്ക് മനസ്സ് മടുപ്പ് വരുന്നുണ്ട്. നിങ്ങളതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട നല്ല അടിപൊളി ഇതാണ്. കണ്ട തൈ കണ്ട, അത് തിന്നിട്ടില്ല, അതുകൊണ്ട് അതങ്ങനെ ഉഷാറായി. ഇനി ബാക്കി 2 എണ്ണം തിന്ന് തീർന്നു പോയി. അതാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.